लाल की ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्ता राधाकान्त नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृन्द। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। श्री कृष्ण बलराम की जय। हरे कृष्ण। ഈ ഒരു സായാഹ്ന സത്സംഗത്തിലേക്ക് പങ്കെടുക്കാൻ വന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം. നാളെ അക്ഷയ തൃതീയ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഈ മാസം വൈശാഖ മാസമാണ്. അതായത് 2-3 മാസങ്ങളുണ്ട്. അത് ആധ്യാത്മികമായി ഒരുപാട് ഗുണം ചെയ്യുന്ന മാസം. ഒന്ന് കാർത്തിക മാസം, ആധ്യാത്മികമായി വളരെ ഗുണം ചെയ്യും. രണ്ടാമത്തത് വൈശാഖ മാസം. മൂന്നാമത്തത് മാർഗശീർഷം. മലയാളത്തിൽ എന്ത് പറയുന്നു? മാർഗശീർഷ മാസത്തിന് ധനുമാസം. ഉറപ്പാണോ? ഉറപ്പാണോ? എല്ലാം റെക്കോർഡാവുന്നുണ്ട്. സോ ഈ 2-3 മാസങ്ങൾ ആധ്യാത്മികമായി വളരെ ഗുണം ചെയ്യുന്ന മാസമാണ്. എങ്ങനെയാണോ ഒരു തുണിക്കടയിൽ ചില സമയം സാധനങ്ങളൊന്നും വിറ്റുപോയില്ലെങ്കിൽ അവരൊരു ഡിസ്കൗണ്ട് തരും. അപ്പോൾ ആൾക്കാർ കൂടുതൽ പോയി മേടിക്കും. അതേപോലെ ജനങ്ങൾ ഭക്തിപരമായി ആധ്യാത്മികമായി ഒന്നും ചെയ്യാതെ ദൈവത്തിനെ മറന്നുള്ള തിരക്കേറിയ ജീവിതത്തിൽ മുന്നോട്ട് ഓടുമ്പോൾ ഭഗവാനും ഇടയ്ക്ക് ഒരു ഡിസ്കൗണ്ടൊക്കെ തരും. അങ്ങനെ 3 മാസത്തിൽ ഡിസ്കൗണ്ട് തരും. ഏതൊക്കെ മാസം? കാർത്തിക മാസം, വൈശാഖ മാസം, പിന്നെ മാർഗശീർഷ. തമിഴിൽ മാർഗഴി എന്ന് പറയും. ഇവിടെ എന്താ പറയുന്ന അറിയില്ല. ധനുമാസം. ഈ മാസങ്ങളിൽ പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ ഈ മാസത്തിൽ 2 വിശേഷപ്പെട്ട ദിവസങ്ങളുണ്ട് ഈ വൈശാഖ മാസത്തിൽ. ഒന്ന് 30-ാം തീയതി വരുന്ന നരസിംഹ ജയന്തി, നരസിംഹ ഭഗവാൻ അവതാരം ചെയ്ത ദിവസം. ഇനി ഒന്ന് നാളത്തെ
അക്ഷയ തൃതീയ. ഈ അക്ഷയ തൃതീയ ദിവസം നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും അത് ആ വർഷം മുഴുവനും നീണ്ടു നിൽക്കും എന്നാണ് ഐതിഹ്യം. പക്ഷേ അതിൻ്റെ മതപരമായ വശങ്ങളും ആധ്യാത്മിക വശങ്ങളെല്ലാം ജനങ്ങൾ മറന്ന് അക്ഷയ തൃതീയയ്ക്ക് സ്വർണം മേടിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇപ്പം ഈ സ്വർണത്തിന് തീ പോലെ വിലയായതുകൊണ്ട് ചിലപ്പോൾ ഒന്ന് മേടിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാലും നാളെ സ്വർണം മേടിക്കാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടോ? ആർക്കും പ്ലാൻ ഇല്ല. ചിലരറിയാതെ അക്ഷയ തൃതീയയ്ക്ക് സ്വർണം മേടിച്ചാൽ നല്ലതാണ്, വീട്ടിൽ സ്വർണം വർദ്ധിക്കും, അത് ശരിയാ. പക്ഷെ അന്ന് രാവിലെ കടം മേടിച്ചിട്ട് സ്വർണം മേടിച്ചാൽ എന്ത് വർദ്ധിക്കും? കടം വർദ്ധിക്കും. ഭക്തി എന്ന് പറയുന്നത് നമുക്കും ഭഗവാനും തമ്മിലുള്ള വളരെ സ്വകാര്യമായ ഒരു ബന്ധമാണ് ഭക്തി. ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം അല്ലെങ്കിൽ വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവത് വിഗ്രഹത്തിനെ ഒരു വ്യക്തിയായിട്ട് തന്നെ കണ്ട് സേവനം അനുഷ്ഠിക്കുക. അപ്പം ആന്ധ്രാപ്രദേശിലൊക്കെ ഈ ഒരു മാസം, എല്ലാം ആന്ധ്രാപ്രദേശിലല്ല ഭാരതമൊട്ടാകെ ഈ ഒരു മാസം ഭഗവാനെ ചന്ദനം കൊണ്ടങ്ങ് പുരട്ടും. ഭഗവാന്റെ ശരീരം ഒന്ന് തണുക്കാൻ വേണ്ടി വേനൽക്കാലത്ത്. ഇപ്പം തന്നെ ഇവിടെ ഇരിക്കാൻ കുറേ ബുദ്ധിമുട്ടല്ലേ അല്ലേ? ചൂട് ചൂട് ചൂട്. ചിലർ പറഞ്ഞു ഇവിടെ ഫാന് തൂക്കിക്കൂടെ, ഒരു വലിയ ഫാന് തൂക്കണമെങ്കിൽ ഇത്രയും ലൈറ്റ് ഇളക്കേണ്ടി വരും. ഈ തൂക്കി വയ്ക്കുന്ന എല്ലാ വിളക്കും ഇളക്കി മാറ്റേണ്ടി വരും. അപ്പോൾ ഈ പഴനിയിൽ ചെന്ന് മുട്ടയടിച്ചാൽ തലയിൽ എന്താ തേക്കുക? മുട്ടയടിച്ചതിന് ശേഷം ചന്ദനം തേച്ചു. തിരുപ്പതിയിലൊക്കെ മുട്ടയടിച്ചാൽ എന്തിനാ ചന്ദനം തേക്കുന്നത്? കുറച്ച് കൂളായിരിക്കാൻ. അപ്പൊ ഈ മാസം എല്ലാ ക്ഷേത്രങ്ങളിലും ഭഗവാന് ചന്ദനക്കളഭം പുരട്ടും. മുഴുക്കാപ്പ് മുഖത്ത്, ദേഹം മുഴുവനും. ആന്ധ്രാപ്രദേശിലുള്ള ചില നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിൽ നരസിംഹസ്വാമിയെ മുഴുവനും ചന്ദനം കൊണ്ട് പൊതിയും. നോക്കിയാൽ ശിവലിംഗം പോലെ ഇരിക്കും, മൊത്തം ചന്ദനം കൊണ്ട് പൊതിഞ്ഞിരിക്കും. പിന്നെ വൃന്ദാവനം, ജയ്പൂർ അവിടെയൊക്കെ ഉള്ള ക്ഷേത്രങ്ങളിൽ ശ്രീകോവിലിൻ്റെ അകത്ത് മേലെ തുണി കൊണ്ടുള്ള ഒരു പാൽ കെട്ടിവെക്കും, ഒരു കാർപ്പറ്റ് പോലെ. പിന്നെ അതിൻ്റെ കയറ് പുറത്തിട്ടിട്ട് ഈ 21 ദിവസവും ആൾക്കാർ ടേൺ എടുത്ത് രാത്രിയും പകലും ഈ കയർ ഇവിടെ വന്ന്, അതൊരു സേവയാണ്. 2 മണിക്കൂർ 3 മണിക്കൂർ ആൾക്കാർ വന്നിരുന്ന് ഈ കയർ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഈ കയർ ഇങ്ങനെ വലിക്കുമ്പോൾ അകത്ത് വിശറി ആടിക്കൊണ്ടിരിക്കും രാത്രിയും പകലും. അതൊരു സേവനമാണ്. ഭഗവാന് ദിവസവും പാനകം, പിന്നെ കളഭം, പിന്നെ മോര്, പിന്നെ പന്ന, പച്ചമാങ്ങ ജ്യൂസ്. ആരെയും കുടിച്ചിട്ടുണ്ടോ? റോ മാംഗോ ജ്യൂസ്. അതായത് ഞാൻ ഒരിക്കൽ നാസിക്ക് പോയപ്പോൾ മഹാരാഷ്ട്രയിൽ അവരൊരു പച്ചമാങ്ങ ജ്യൂസ് തന്നു. ഈ വേനൽക്കാലത്ത് അത് കുടിക്കും ആൾക്കാർ. പക്ഷേ അത് അവിടെ ചെന്ന് കുടിച്ചാലേ അത് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. അതെന്തൊക്കെയോ പ്രോസസ്സാണ്. പച്ചമാങ്ങയെ വെള്ളത്തിയിട്ടെടുത്ത് തിളപ്പിച്ച്, പിന്നെ എടുത്ത് വെയിലത്ത് ഉണക്കി, വീണ്ടും എടുത്ത് വെള്ളത്തിയിട്ട് തിളപ്പിച്ച്, എന്തൊക്കെയോ ചെയ്ത്, പിന്നെ അതിൽ ജാഗ്രിയൊക്കെ ചേർത്ത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 10-15 കൊല്ലം മുമ്പേ ഒരിക്കൽ ഒരു മാതാജി പറഞ്ഞ് അതൊക്കെ എനിക്കറിയാം, ഞാൻ ഉണ്ടാക്കി തരാം. അവരുണ്ടാക്കി തരുകയും ചെയ്തു പച്ചമാങ്ങ ജ്യൂസ്. അവരെന്ത് ചെയ്ത് പച്ചമാങ്ങ എടുത്ത് ഫ്രിഡ്ജിലിട്ട് മറ്റേ മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കി. പിന്നെ ഞാൻ അവരെടുത്ത് ചോദിച്ചിട്ടേ ഇല്ല. അതാണ് നമ്മുടെ അമല മാതാജി. ഞാൻ മഹാരാഷ്ട്രയിൽ നിന്നാണ്, എനിക്ക് പന്നയും കിന്നയൊക്കെ അറിയാം. പച്ചമാങ്ങ എടുത്ത് ഫ്രിഡ്ജിൽ അടിച്ച് മിക്സിയിലടിച്ച്. അത് ആക്ച്വലി പ്രഭുപാദ് റെക്കമെൻഡ് ചെയ്തതാണ്. ആ പന്ന, റോ മാംഗോ, പച്ചമാങ്ങ ജ്യൂസ്, അത് വലിയൊരു പ്രോസസ്സാണ്.
അത് കുടിച്ചാൽ നമ്മൾ സൺസ്ട്രോക്ക്, സൂര്യന്റെ ആഘാതം, അതിൽ നിന്നൊക്കെ നമ്മളന്ന് രക്ഷപ്പെടണം. വളരെ ബോഡിയെ കൂൾ ചെയ്യും. അപ്പൊ വൃന്ദാവനത്തിലും ജയ്പൂരിലുമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഈ ഒരു മാസം ഭഗവാന് മോര്, പാനകം, പച്ചമാങ്ങ ജ്യൂസ്, ചന്ദന കളഭം, പിന്നെ വിശറി വീശുക, ഇതെല്ലാം ഈ മാസത്തിൽ ചെയ്യുന്ന സേവനങ്ങളാണ്. അഹോരാത്രം ആൾക്കാർ വിശറി വീശിക്കൊണ്ടിരിക്കും. ജഗന്നാഥ് പുരിയില് രാധാ മദനമോഹൻ വിഗ്രഹത്തിനെ 21 ദിവസം ഈ നരേന്ദ്ര സരോവരം എന്ന് പറയുന്ന തടാകത്തിൽ ബോട്ടിൽ കയറ്റി 21 ദിവസവും വൈകുന്നേരം കീർത്തനം. ആ തടാകം, കുളം മുഴുവനും പൂക്കൾ കൊണ്ടങ്ങ് നിറയും. ഭഗവാനെ ബോട്ടിലിരുത്തി പാട്ടും പാടി 21 ദിവസവും കീർത്തനം ചെയ്യും. അതായത് ഭക്തി എന്ന് പറയുമ്പോൾ വളരെ പേഴ്സണലാണ്. ഇപ്പൊ നമ്മൾ ചൂടിലിരിക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടുവന്നൊരു വിശറി വീശി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? സന്തോഷം വരുമില്ലേ? ഇപ്പൊ ഭഗവാന് വളരെ ഹൃദയം കുളിരുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഭാരതമൊട്ടാകെ ഉള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഈ വൈശാഖ മാസം വേനൽക്കാലത്ത് വ്യത്യസ്തമായ സേവനങ്ങൾ ചെയ്യാറുണ്ട്. അതേപോലെ നാളത്തെ ദിവസമാണ് ബദ്രികാശ്രമം ക്ഷേത്രം തുറക്കുന്നത്. വർഷത്തിൽ 6 മാസം മാത്രമാണ് ഈ ക്ഷേത്രം തുറന്നു വെക്കുന്നത്. ഏത് ക്ഷേത്രം? ബദ്രീനാരായണ സ്വാമിയുടെ ക്ഷേത്രം. 6 മാസം തുറന്നിരിക്കും, 6 മാസം അടയ്ക്കും. അപ്പോ ഈ തുറക്കുന്ന സമയം 6 മാസം ഈ ദീപാവലിക്ക് അടയ്ക്കുമ്പോൾ ഒരു വെള്ളിയിൽ ഒരു ചെറിയ വിളക്ക്, നെയ്വിളക്ക് കത്തിച്ചു വെച്ച് അവര് അടച്ചിട്ട് പോകും. 6 മാസം കഴിഞ്ഞ് നാളത്തെ ദിവസം അക്ഷയ തൃതീയയ്ക്ക് വന്നത് തുറക്കുമ്പോഴും ഈ വിളക്ക് ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. ഒരു മഹാ അത്ഭുതമാണ്. അത് നമുക്കും കാണാൻ പറ്റും. 6 മാസം കഴിഞ്ഞ് നമ്മൾ ഈ അക്ഷയ തൃതീയ ദിവസം ബദ്രീനാരായണ സ്വാമിയെ കാണാൻ നമുക്കും ഇതെല്ലാം കാണാൻ സാധിക്കും. അങ്ങനെ വളരെ ഭഗവാനെ വ്യക്തിപരമായി സേവിക്കാൻ അനുയോജ്യമായ ഒരു കാലഘട്ടമാണ് ഈ മാസം. ഈ മാസത്തിൽ ദിവസവും രാവിലെ പുലർച്ചയ്ക്ക് മംഗളാരതി തൊഴുക, നാമജപം ചെയ്യുക. ഇവിടെ ഇപ്പോൾ കുറച്ച് ഭക്തർ ഇവിടെ അടുത്തുള്ളവർ ദിവസം മുടങ്ങാതെ മംഗളാരതിക്ക് വരുന്നുണ്ട്. അതൊരു വലിയ സേവനമാണ്. ദിവസവും രാവിലെ വന്ന് 4:30 നിർമാല്യം തൊഴുത് നാമം ജപിക്കുക എന്ന് പറയുന്നത്. അവൻ അങ്ങനെ ചെയ്യുന്ന ഒരു ഭക്തൻ ഭഗവാന് പ്രിയപ്പെട്ടവനായി മാറുന്നു എന്നാണ്. ഒരിക്കൽ ഒരു ശിഷ്യൻ പ്രഭുപാദരുടെ അടുത്ത് ചോദിച്ചു, ഒരാൾക്ക് ആധ്യാത്മികമായി താല്പര്യം ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? അയാൾ പുലർച്ചയ്ക്ക് എണീറ്റ് നാമം ജപിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഭഗവാന്റെ സേവനത്തിൽ, ഭക്തിയിൽ താല്പര്യമുണ്ട് എന്നർത്ഥം. ഞാൻ ഇന്ന് അനൗൺസ് ചെയ്തായിരുന്നു, അക്ഷയ തൃതീയ നാളെ ആയതുകൊണ്ട് ഇന്ന് വൈകിട്ട് 4 മുതൽ 6 മണി വരെ ജപമുണ്ടാകും. വളരെ ചുരുക്കം പേരെ വന്നുള്ളൂ, കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചു, നാളെ വൈകിട്ടാണല്ലേ? ഞാൻ പറഞ്ഞു അതെ വൈകിട്ടാണ്, 4 തൊട്ട് 6 മണി വരെ 16 മാല. അതെ, എന്നാ പിന്നെ നാളെ രാവിലെ ജപിക്കണ്ട അല്ലേ പ്രഭു? അപ്പോൾ കുറച്ച് വൈകുന്നേരം വന്ന് വളരെ സിൻസിയറായിട്ട് ചോദിച്ചതാണ്, നാളെ രാവിലെ എന്നാ ജപിക്കണ്ട, വൈകുന്നേരം വന്ന് ജപിച്ചാൽ മതിയോ? ഞാൻ പറഞ്ഞു രാവിലത്തെ ജപം വേറെ, ഇത് എക്സ്ട്രാ. ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ച ആ മനുഷ്യനെ ഇന്ന് വൈകുന്നേരം കണ്ടില്ല. ഇനി രാവിലെ ജപിച്ചോന്നറിയില്ല. അപ്പൊ ഈ വൈശാഖ മാസം നമ്മൾ രാവിലെ ചെയ്യുന്ന ജപം, ഭഗവാന് എന്തെങ്കിലും ചെയ്യുന്ന സേവനം, ഈ മാസം നമുക്ക് എന്തൊക്കെ സേവനം ചെയ്യാം? നമുക്ക് ചന്ദനം ഉരച്ചു കൊടുക്കാം. നിങ്ങൾ ഗുരുവായൂരിൽ കണ്ടിട്ടുണ്ടോ? ഗുരുവായൂർ അമ്പലത്തിൽ കയറുന്ന സ്ഥലത്ത് ലെഫ്റ്റിൽ ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ ചന്ദനം കണ്ടിട്ടുണ്ടോ? ചന്ദനമൊക്കെ ഉരയ്ക്കും. പക്ഷെ അവിടെ അവർ ചില ആൾക്കാർക്ക് മാത്രമേ അവകാശമുള്ളൂ, എല്ലാവർക്കും ഒരു അവകാശം തരത്തില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഇനി വരുന്ന 21 ദിവസവും
ഭഗവാന് ചന്ദനം പുരട്ടും. ചില ദിവസം നെറ്റിയിൽ, ചില ദിവസം മുഖം മുഴുവനും. നരസിംഹ ജയന്തി അതുപോലെ പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ ഭഗവാന് ദേഹം കംപ്ലീറ്റും ചന്ദനം കൊണ്ട് മൂടിയിരിക്കും. അങ്ങനെ ഈ കൃഷ്ണൻ ചന്ദനം കൊണ്ട് ഫുള്ളി കവേർഡ് ആയിരിക്കും. അങ്ങനത്തെ ദർശനം എടുത്തവരുണ്ടോ ഇവിടെ? തല തൊട്ട് കാല് വരെ ഫുൾ സാൻഡൽ. അപ്പൊ ഇതൊക്കെ സേവനം. അപ്പോൾ ചിലർക്കൊക്കെ എന്ത് ചെയ്യാൻ വെച്ചാൽ വീട്ടിൽ ചന്ദനം എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റിൽ കിട്ടുന്ന മറ്റേ പൗഡർ. ഇപ്പോഴെ ചന്ദനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗുളിക പോലത്തെ ഒരു സാധനം കിട്ടും. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, അത് ചന്ദനം പോയിട്ട് അതിൽ ചാ പോലും ഇല്ല. ചന്ദനം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് അത് കഷ്ടം, സ്റ്റിക്ക്, അത് അല്പം വില കൂടുതലാണ്. പക്ഷെ നമുക്ക് ഒരു മാസം മുഴുവനും ഉരച്ചാലും കുറച്ചേ പോകത്തുള്ളൂ. നമ്മൾ ദിവസം ഉരച്ച് ചെറിയ ഒരു ടിന്നിൽ, ആ പാത്രം വേറെ, നമ്മളെ വീട്ടിൽ ഭൗതിക കാര്യങ്ങൾക്ക്, നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ ഒരു ചെറിയ കണ്ടെയ്നറിലാക്കി നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഭഗവാന് കൊടുക്കാം. അപ്പോൾ അവർ ദിവസം ഭഗവാന് നെറ്റിയിലും മുഖത്തും ഒക്കെ ഫുള്ള് ചന്ദനം പുരട്ടും. അങ്ങനെ സേവനം ചെയ്യാം. പിന്നെ ഭഗവാന് പഴങ്ങൾ സമർപ്പിക്കാം, മോര്, പാനകം, പിന്നെന്താണ് ഒരു ഡ്രിങ്കും കൂടെ ഞാൻ പറഞ്ഞു. എന്താണ്? പാനീയം. ഏതാണ്? അത് അറിഞ്ഞുകൂടെങ്കിൽ ചെയ്യേണ്ട, പുതിയ കണ്ടുപിടുത്തമൊന്നും വേണ്ട. റിയലി അതിൻ്റെ പ്രോസസ്സ് അറിയാം. എത്ര പേർക്ക് അറിയാം റോ മാംഗോ ജ്യൂസ് പ്രോസസ്? आपको मालूम है? आप कहाँ से? ബീഹാർ से. മലയാളികൾ എത്ര പേർക്കറിയാം? ഒരാളും ഇല്ലല്ലോ. അല്ല, ചെയ്യാൻ പറയൂല, ധൈര്യമായിട്ട് അറിയാൻ കൈ ഉയർത്തുക. സോ ആ പ്രോസസ്സ് അറിയാമെങ്കിൽ ചെയ്യുക, വളരെ നല്ലതാണ്. സോ ഇങ്ങനെ ഈ ഒരു വൈശാഖ മാസം വളരെ വളരെ വിശേഷപ്പെട്ട സേവനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിനെയും ഇതിനെയും നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ഭക്തി 3 തട്ടിലാണ് ഭക്തി ഉയരുന്നത്. ഭഗവത്ഗീത അനുസരിച്ച് 3 ലെവൽ ഭക്തി: സഖാമഭക്തി, നിഷ്കാമഭക്തി, ശുദ്ധഭക്തി. ഇങ്ങനെ 3 ലെവലാണ്. ആദ്യത്തത് സഖാമഭക്തി, രണ്ടാമത്തത് നിഷ്കാമഭക്തി, മൂന്നാമത്തത് എന്താണ്? ശുദ്ധഭക്തി. സഖാമഭക്തി എന്ന് വെച്ചാൽ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കച്ചവടക്കാരനെ പോലെ, ഞാൻ ഇന്ന് നാമം ജപിച്ചു, ഞാൻ പരീക്ഷയിൽ പാസ്സാകണം. ഞാൻ നാമം ജപിച്ചു, എൻ്റെ വീട്ടിലുള്ള പ്രശ്നം തീരണം. ഞാൻ നാമം ജപിച്ചു, എൻ്റെ അസുഖങ്ങൾ മാറിക്കിട്ടണം. ഇങ്ങനെ ഒരു ഭക്തൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെന്ത് ഭക്തിയാണ്? സഖാം. ആവശ്യങ്ങൾ ഫലമുന്നയിച്ചുകൊണ്ട് എനിക്ക് ഇന്നത് കിട്ടണം, സഖാമഭക്തി. നിഷ്കാമഭക്തി എന്ന് വെച്ചാൽ ഒന്നും ചോദിക്കത്തില്ല, നാമം ജപിക്കും, അതെൻ്റെ കർത്തവ്യം, ഞാൻ ആത്മാവാണ്, ഭഗവാൻ പരമാത്മാവാണ്, എൻ്റെ കർത്തവ്യമാണ് നാമം ജപിക്കുക. അതുകൊണ്ട് ഒന്നും ചോദിക്കാതെ ഉള്ള ജപം അല്ലെങ്കിൽ സേവനം, അതിനെ നിഷ്കാമഭക്തി എന്ന് പറയും. അപ്പൊ നമ്മൾ ചെയ്യുന്നതെല്ലാം സഖാമഭക്തിയാണോ നിഷ്കാമഭക്തിയാണോ? നമ്മൾ ചെയ്യുന്ന എന്താണ്? സഖാമഭക്തി ഇല്ലേ? നിഷ്കാമം, ഒന്നും ചോദിക്കാറില്ല. ആഹാ, കൊള്ളാമല്ലോ. കല്യാണം കഴിഞ്ഞോ? ഇല്ല. കഴിഞ്ഞോ? ആണോ? എന്നിട്ടൊന്നും ചോദിക്കാറില്ല? അത്ഭുതമാണല്ലോ. അപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുന്നത് സഖാമഭക്തി, ഒന്നും ചോദിക്കാതെ ഇരിക്കുന്നത് നിഷ്കാമഭക്തി. ശുദ്ധഭക്തി, പ്രേമഭക്തി എന്ന് വെച്ചാൽ എന്താണ്? ഇങ്ങോട്ട് ചോദിച്ചാൽ സഖാമം, ഒന്നും ചോദിക്കാതെ ഇരുന്നാൽ നിഷ്കാമം. ശുദ്ധഭക്തി, പ്രേമഭക്തി എന്ന് വെച്ചാൽ എന്താണ്? ഗൗർലീല മത്താജി ഒന്നും കേട്ടില്ല. എന്താണ്?
ആ കാറ്റഗറിയെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് ചോദിച്ചാൽ സഖാമ, ഒന്നും ചോദിച്ചില്ലെങ്കിൽ നിഷ്കാമ. അപ്പൊ ശുദ്ധഭക്തിയും വെച്ചാൽ എന്താണ്? മാതാജി പറഞ്ഞ വിശദീകരണം ശരിയാണ്, പക്ഷെ ഒന്നും കൂടെ ഉണ്ട് അതിനകത്ത്. ഭഗവാന്റെ ഓക്കെ, സഖാമ എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ചോദിക്കുക, നിഷ്കാമ എന്ന് വെച്ചാൽ ചോദിക്കാതിരിക്കുക, പ്രേമഭക്തി എന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. മനസ്സിലായോ? സഖാമ ഇങ്ങോട്ട് ചോദിക്കുക, നിഷ്കാമ ചോദിക്കാതിരിക്കുക. പ്രേമഭക്തി എന്ന് വെച്ചാൽ അങ്ങോട്ട് ഭഗവാൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കുക. അതായത് രാധാറാണിക്ക് ആ പേര് വരാൻ തന്നെ ഒരു അതിമനോഹരമായ ഒരു കഥ, ഒരു കാരണമുണ്ട്. ഞാൻ മുമ്പേ ഒരു രാധാഷ്ടമി ക്ലാസ്സിൽ പറഞ്ഞു, ഏകം ദ്വിതീയ, ഭഗവാൻ ഒന്നായിരുന്നു. ആ ഭഗവാന് പരമാനന്ദം അനുഭവിക്കണം എന്ന് തോന്നലുണ്ടായി. അപ്പൊ എന്ത് ചെയ്തു? തൻ്റെ ആന്തരിക ശക്തിയായ തൻ്റെ ഹ്ലാദിനി ശക്തിക്ക് ഒരു രൂപം കൊടുത്ത് രാധാറാണിയാക്കി. അപ്പൊ രണ്ടുപേരാകുമ്പോൾ ആനന്ദം അനുഭവിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ഭഗവാന് മനസ്സിലായി, രാധാറാണി എന്നെക്കാളും കൂടുതൽ ആനന്ദം അനുഭവിക്കുകയാണല്ലോ, അപ്പൊ അതെന്താണെന്ന് ചോദിച്ചു. രാധാറാണി അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, കൃഷ്ണന് മനസ്സിലാവില്ല എന്ന് തിരിച്ചു പറഞ്ഞു. ആഹാ, അപ്പൊ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പൊ വീണ്ടും രണ്ടായ കൃഷ്ണൻ രാധാറാണിയുടെ ഭാവത്തിൽ കൂടെ ഒന്നായി. അതാണ് ചൈതന്യ മഹാപ്രഭു. അങ്ങനെ ഭഗവാൻ ആഹ്ലാദിനി ശക്തി പരമാനന്ദം അനുഭവിക്കണം എന്ന് വിചാരിച്ചപ്പോ ഒരു പ്രത്യേക ലീലയാണ് ഭഗവാന്റെ മനസ്സിൽ വന്നത്. ഭഗവാൻ ആടുന്ന ലീലകളിൽ ഏറ്റവും ഉന്നതമായ പരമാനന്ദം തരുന്ന ലീല ഏത് ലീലയാണ്? കൃഷ്ണ ഭഗവാൻ അനേകം ലീലകൾ ചെയ്യുന്നു. വെണ്ണ മോഷ്ടിക്കുന്നു, പാണ്ഡവരെ സഹായിക്കുന്നു, യുദ്ധത്തിന് പോകുന്നു, പല ലീലകൾ ഭഗവാൻ ചെയ്യുന്നുണ്ട്. പൂതനയെ കൊല്ലുന്നു, ഗോപന്മാരുടെ കൂടെ കളിക്കുന്നു, പശുക്കളെ മേയ്ക്കാൻ പോകുന്നു. ഈ ലീലകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ലീല ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചാ, നീ ഇന്നലെ ആൻസർ പറഞ്ഞില്ലേ? ഏറ്റവും ശ്രേഷ്ഠമായ ലീല രാസലീല, മാധുര്യ ലീല, രാസലീല. അത് ചിന്തിക്കുമ്പോഴാണ് ഭഗവാന്റെ ഹൃദയത്തിലിരുന്ന് ഹ്ലാദിനി ശക്തി പുറത്തു വരുന്നതും ആ ഒരു വ്യക്തി സ്വരൂപം, ആ ഒരു വ്യക്തി പുറത്തു വരുന്നതും. അപ്പോ അതുകൊണ്ട് രാസലീലയിൽ ഇരുന്ന് ഉത്ഭവിച്ചത് കൊണ്ട് ആ വ്യക്തിക്ക് ആദ്യത്തെ പേര് ആ രാസലീലയുടെ പേര് തന്നെ എടുത്തു, റാ എന്ന ശബ്ദം. ആ വ്യക്തി പ്രത്യക്ഷമായ ഉടനെ ആ വ്യക്തി എന്തു ചെയ്തു? ഓടി. ക്രിയേറ്റ് ആയതേ ഉള്ളൂ, അവിടെ സൃഷ്ടിക്കപ്പെട്ടതേ ഉള്ളൂ, അവതരിച്ചതേ ഉള്ളൂ. അവതാരം എടുത്ത ഉടനെ ഓടിച്ചെന്ന് ഒരു പൂ പറിച്ചു കൊണ്ടുവന്ന് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു. അതായത് സൃഷ്ടിച്ച ഉടൻ തന്നെ ആ വ്യക്തി എന്താ ചെയ്തത്? ഫസ്റ്റ് ഒരു സേവനമാണ്, ഓടുന്നതിനാണ് ധാവതി എന്ന് പറയാ. ഓടി അങ്ങോട്ട് സർവീസിന് വേണ്ടി ഓടി. അപ്പൊ ധാവതി എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ ശബ്ദം ധാ. രാധ എന്ന നാമത്തിന് 1000 വിശദീകരണങ്ങളുണ്ട്. ഒരു വിശദീകരണം എന്താന്ന് വെച്ചാൽ പരമാനന്ദത്തിൽ ഉത്ഭവിച്ച് അതേസമയം ഭഗവത് സേവനത്തിന്, രാസലീലയുടെ റാ, ധാവതി ഓടിയതിൻ്റെ ധാ, അങ്ങനെ രാധാറാണി. അതായത് ഈ ഭക്തിയുടെ ഇതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ കൽമഷങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള അഴുക്ക്, ഇതിനെ എല്ലാം നശിപ്പിച്ച് ഇല്ലാണ്ടാക്കി ശുദ്ധീകരിച്ച് നിഷ്കാമമായി ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് ഭഗവാന് സേവനം ചെയ്യുക. അതാണ് ഏറ്റവും ഉയർന്ന ഒരു ഭക്തി. മനസ്സിലായില്ലേ? ഇങ്ങോട്ടൊന്നും ചോദിക്കാതെ ഭഗവാന് വേണ്ടി ചെയ്യുന്ന ഭക്തി, അത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭക്തി. അപ്പൊ ഇവിടെ നടക്കുന്ന ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ ഞാൻ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ്.
നമുക്കെല്ലാവർക്കും അഹങ്കാരമുണ്ടോ? കുറച്ചുണ്ടോ കുറേ ഉണ്ടോ? ഒരുപാട്. ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. മലയാളി അതെല്ലാം ഹോൾസെയിലാക്കി സ്റ്റോക്കാക്കി വെച്ചിരിക്കുകയാണ്, മൊത്തമായിട്ട് മേടിച്ച് വെച്ചിരിക്കുകയാണ്. വലിയ പാടാണ്. വിടണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അപ്പൊ അവന്റെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ച് നിഷ്കാമമായി ഭഗവാനെ സേവിക്കുക, അതാണ് ജന്മലക്ഷ്യം. അത് ചെയ്യാതെ ഒരു മനുഷ്യൻ എത്രയ്ക്ക് നല്ലവനായിരുന്നാലും അതുകൊണ്ട് പ്രയോജനമില്ല. ഇപ്പൊ മഹാഭാരതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കർണന്റെ ഒരു കഥയുണ്ട്. ഒരു മഴക്കാലത്ത് ഒരു ബ്രാഹ്മണൻ ദുര്യോധനനെ സമീപിച്ചു. മഴക്കാലത്ത് നല്ല മഴ. ആ ബ്രാഹ്മണൻ ദുര്യോധനനെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്ക് വലിയൊരു യാഗം നടത്തേണ്ടതുണ്ട്, അതിന് ആവശ്യമായ വിറക് കിട്ടുന്നില്ല. മഴക്കാലമായതുകൊണ്ട് എവിടെ നോക്കിയാലും മരമൊക്കെ നനഞ്ഞിരിക്കുകയാണ്, വിറകുകൾ നനഞ്ഞിരിക്കുകയാണ്. എനിക്കിതുകൊണ്ട് യാഗം ചെയ്യാൻ പറ്റുന്നില്ല, എവിടെന്നെങ്കിലും എനിക്ക് വിറക് സംഘടിപ്പിച്ച് തരൂ എന്ന് ഈ ബ്രാഹ്മണൻ ഇദ്ദേഹത്തിനെ സമീപിച്ച് ചോദിച്ചു. ആരെടുത്ത് ചോദിച്ചു? ആരെടുത്ത്? കർണന്റെ അടുത്ത. ദുര്യോധനനും ശരി, സഹായിച്ചു കളയാമെന്ന് വിചാരിച്ച് 10 ജോലിക്കാരെ പല ദിശയിൽ അയച്ചു. എവിടെ ചെന്ന് അന്വേഷിച്ചിട്ടും ഉണങ്ങിയ വിറക് കിട്ടിയില്ല. അപ്പൊ ദുര്യോധനൻ നോക്കി, കർണൻ ഈ അവസരത്തിൽ എന്ത് ചെയ്യും? കർണൻ വലിയ ദാനധർമ്മിഷ്ഠനാണല്ലോ. എന്ന് വെച്ചാൽ കർണന്റെ അടുത്ത് ആര് എന്ത് ആവശ്യത്തിന് പോയാലും കർണൻ ഇല്ല എന്ന് പറഞ്ഞിട്ടേയില്ല. നോ എന്ന വാക്ക് കർണന്റെ വായിന്ന് വന്നിട്ടില്ല. എന്ത് ചോദിച്ചാലും ഒരു ബ്രാഹ്മണൻ വന്ന് അദ്ദേഹം അണിഞ്ഞിരിക്കുന്ന കുണ്ടലം, ഇത് കവചം ചോദിച്ചു. കവചം ജന്മനാ ഉള്ള സാധനമാണ്, ശരീരത്തോട് ഒട്ടിയിരിക്കുന്നതാണ്. അതുവരെ കത്തി കൊണ്ടെടുത്ത് അങ്ങ് ഇളക്കി കീറിക്കൊടുത്തു. ഇല്ല എന്ന് പറയാത്ത ഒരു വ്യക്തിയാണ് ആര്? കർണൻ. നമ്മളെ പോലെ സർവീസിന് വരുമോ? ഇല്ല. ജപിക്കോ? ഇല്ല. ഇത് ചെയ്യോ? ഇല്ല. കർണനെ പോലെ. കർണൻ ഇല്ല എന്ന് പറയത്തേ ഇല്ല. അപ്പോ ദുര്യോധനൻ വിചാരിച്ചു ഈ ബ്രാഹ്മണനെ അങ്ങോട്ട് കർണന്റെ പക്കൽ വിടാം. അപ്പൊ കർണൻ എന്താ മറുപടി പറയുമെന്ന് അറിയാലോ. ആ ബ്രാഹ്മണൻ കർണന്റെ അവിടെ പോയി. കർണനും ഇതേപോലെ തന്നെ ജോലിക്കാരെ 8 ദിശയിലും അയച്ചു. എവിടെന്നെങ്കിലും ഉണങ്ങിയ വിറക് കൊണ്ടുവന്ന് കൊടുക്കൂ, ഇദ്ദേഹത്തിന് യാഗം ചെയ്യാനാണ്. ജോലിക്കാരെല്ലാം തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു വിറകും കിട്ടിയില്ല, മഴയോട് മഴ, എല്ലാം നനഞ്ഞിരിക്കാം. അടുത്ത ക്ഷണം കർണൻ വേറെ ഒന്നും ചിന്തിച്ചില്ല. താൻ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മാളികയുടെ കൂര പൊളിച്ച് ആ വിറക് അങ്ങോട്ട് കൊടുത്തോളാൻ പറഞ്ഞു. വേറെ ഒരു സെക്കൻഡ് പോലും ആലോചിച്ചില്ല. എന്ത് പറഞ്ഞു? ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു കൊട്ടാരം, മാളിക, അതിൻ്റെ ബിൽഡിംഗ്, അതിൻ്റെ കൂര അങ്ങ് പൊളിച്ച് ബ്രാഹ്മണനേക്ക്. അത്രയ്ക്കും ദാനധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയാണ് ആര്? കർണൻ. അത് വളരെ നല്ല ഒരു ഗുണമാണ്, നല്ല ഒരു സ്വഭാവമാണ്. പക്ഷേ ഇത്രയും നല്ല ഗുണങ്ങൾ ഉണ്ടെങ്കിലും കർണന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ പറഞ്ഞത് കർണൻ അംഗീകരിച്ചിട്ടില്ല. ശ്രീ കൃഷ്ണ ബലരാമ കീ. കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹി മാം. കൃഷ്ണ കേശവ കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹി മാം. രാമ രാഘവ രാമ രാഘവ രാമ രാഘവ ശ്യാമ.
കൃഷ്ണ കേശവ കൃഷ്ണ കേശവ പാഹി മാം. ശ്രീ ശ്രീ കൃഷ്ണ ബലറാം കീ. എവിടെ നിർത്തി? വീട് പൊളിച്ചങ്ങ് കൊടുത്തു. ഇത്രയും ധർമ്മിഷ്ഠനാണ് കർണൻ. പക്ഷെ ഈ കർണന്റെ പൂർവജന്മം പറയുന്നു സഹസ്ര കവചൻ എന്ന ഒരു അസുരനായിരുന്നു ഈ വ്യക്തി. സഹസ്ര കവചൻ എന്ന് പറഞ്ഞാൽ 1000 കവചങ്ങളുള്ള ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ആർക്കെങ്കിലും അയാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിലുള്ള 1000 കവചങ്ങളും പൊട്ടിച്ചാൽ മാത്രമേ ഒരാൾക്ക് അയാളെ കൊല്ലാൻ പറ്റൂ. എനിക്ക് മരണമില്ല എന്ന് വരുമ്പോൾ ഒരു മനുഷ്യന് അഹങ്കാരം തോന്നും. ഞാൻ ഒരു ചെറിയ ഒരു ടെസ്റ്റ് നടത്താം. നിങ്ങൾ സത്യസന്ധമായ ഒരു ആൻസർ പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അദൃശ്യമാകാനുള്ള ഒരു ശക്തി കിട്ടി എന്ന് വെച്ചാൽ മറ്റവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ എന്താ പറയുക, അദൃശ്യമായി, ഇൻവിസിബിൾ, വേപ്പറായി നമ്മളെ ആർക്കും കാണാൻ പറ്റില്ല. സത്യസന്ധമായി പറയണം, നിങ്ങൾക്ക് അങ്ങനെ ഒരു ശക്തി കിട്ടിയാൽ വേണ്ടാത്ത കാര്യം ചെയ്യോ നല്ല കാര്യം ചെയ്യോ? ഹോണസ്റ്റ് ആയിട്ട് ഒരു ആൻസർ പറയണം. വേണ്ടാത്ത കാര്യം ചെയ്യോ നല്ല കാര്യം ചെയ്യോ? ആളെ കാണാനില്ല, സൗണ്ട് മാത്രമേ ഉള്ളൂ. ആരാണ്? എന്ത് ചെയ്യും? നല്ല കാര്യം ചെയ്യോ വേണ്ടാത്ത കാര്യം ചെയ്യോ? താങ്ക് യു സാറ്, സത്യം പറഞ്ഞു. നമുക്ക് അദൃശ്യമാവാനുള്ളൊരു ശക്തി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേണ്ടാത്തത് ചെയ്യും. ആ ശക്തി ഉപയോഗിച്ച് എത്രയോ നല്ല കാര്യം ചെയ്യാൻ പറ്റും, പക്ഷെ ചെയ്യില്ല. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇനി ഒരാൾക്ക് ഇല്ലാത്ത ഒരു കഴിവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ മനസ്സ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു തരത്തിലുള്ള തെറ്റായ മാർഗത്തിൽ സഞ്ചരിക്കും. മറ്റുള്ളവർക്ക് ഇല്ലാത്തതിനേക്കാളും അധികം ഒരുപാടധികം പണമുണ്ടായാലും, ഒരുപാടധികം വിദ്യാഭ്യാസം ഉണ്ടായാലും, ഒരുപാടധികം ശക്തി എന്തധികം ഉണ്ടായി മറ്റുള്ളവരെക്കാളും ഒരുപാട് വ്യത്യസ്തമായി ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം ആ മനസ്സ് എന്ത് ചെയ്യും? നല്ലത് ചെയ്യില്ല, അത് വെച്ചിട്ട് തെറ്റേ ചെയ്യുള്ളൂ. അപ്പൊ എന്നെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല, എനിക്ക് 1000 കവചങ്ങളാ. അഹങ്കാരം വന്നു. ആർക്ക്? കർണൻ. എല്ലാരെയും പോയി വെറുതെ ദ്രോഹിക്കാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ സ്കൂളുകളിലും കോളേജിലും ഇപ്പോൾ കണ്ടിട്ടില്ലേ, വലിയ ക്ലാസ്സിലുള്ളവര് കുട്ടികളെ കാണുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് താഴ്ന്ന ക്ലാസ്സിലുള്ളവരെ പോകുമ്പോൾ തലയ്ക്ക് ഒരു അടി, ഒരു കുത്ത്. നോർമലാണ്, മനുഷ്യന്റെ സൈക്കോളജി അങ്ങനെയാണ്. ഒരു ചെറിയ പെൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ മുടി പിടിച്ച് ഒരു വാരി. അതായത് മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരുപാട് ശക്തി നമുക്കുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു എന്താ പറയുക, അഹം, തമിഴിൽ പറയും ആണവം എന്ന് പറയും, ഒരു വല്ലാത്ത മൃഗീയമായ ഒരു സ്വഭാവം. അപ്പോൾ തന്നെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല എന്ന ഒരു കാര്യം കർണൻ, ഈ വ്യക്തി സഹസ്ര കവചൻ മനസ്സിലാക്കിയപ്പോൾ അവിടെ പോയി ഋഷികളെല്ലാം തപസ്സിയിരിക്കുന്നവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവരെ പോയി പലതരത്തിൽ ഉപദ്രവിക്കാൻ. ഈ ഋഷിമാരൊക്കെ ഒറ്റക്കാലിൽ നിന്ന് തപസ്യ ചെയ്യൂലേ, ഈ തലയ്ക്ക് മേലെ ഇങ്ങനെ കയ്യും വെച്ച് ഒരു കാലിങ്ങനെ ഒരു മുട്ടിന്റെ മേലെ ഇങ്ങനെ വെച്ചിരിക്കും. അവർ ഒറ്റക്കാലിലാണ് നിൽക്കണ, ആ ഒരു കാലങ്ങ് വലിച്ചു വിടുക. വേണ്ടാത്ത കാര്യം എല്ലാം ചെയ്തു. അങ്ങനെ ദ്രോഹിച്ച് അവസാനം അദ്ദേഹം ചെന്ന് ദ്രോഹിച്ചത് നരനാരായണ ഋഷിമാരെയാണ്. അതാരാ? ഭഗവാൻ തന്നെയാണ് അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഋഷിയാണെന്ന് വിചാരിച്ചിട്ട് ആ നരനാരായണ ഋഷിയെ ചെന്ന് ഉപദ്രവിക്കാൻ അങ്ങ് തുടങ്ങി. അവരെന്ത് ചെയ്തു? അമ്പും വില്ലും എടുത്ത് 999 കവചവും പൊട്ടിച്ചു. ഇനി ബാക്കി എത്രയാ? 1. അത് മുറിച്ച ആള് കാലി. 999 കവചവും പൊട്ടിച്ചു. അവസാനത്തെ പൊട്ടിച്ചു കഴിഞ്ഞാൽ സഹസ്ര കവചന്റെ കഥ പോയി. ഓടി രക്ഷപ്പെട്ടു. അവിടെ നിന്ന് ഓടി എങ്ങോട്ട് പോയി? സൂര്യനാരായണനെ ചെന്ന് അഭയം പ്രാപിച്ചു. ഇതൊരു വിചിത്രമാണ്. നരനാരായണന്മാരിൽ നിന്ന് പേടിച്ചിട്ട് എവിടെ ചെന്നു? സൂര്യനാരായണൻ. അതായത് ഒരു ഭഗവാന്റെ അടുത്ത് ഇരുന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു? ഇനിയൊരു ഭഗവാന്റെ അടുത്ത്. അപ്പൊ സൂര്യനാരായണൻ പറഞ്ഞു, ശരി വാ, നീ എന്തായാലും വന്നു ശരണം പ്രാപിച്ചു, നിനക്ക് ഞാൻ ശരണം തരാം, അഭയം തരാം.
അങ്ങനെ തൻ്റെ ശരീരത്തിൽ ആ സഹസ്ര കവചനെ സ്വീകരിച്ചു. പിന്നീട് കുന്തിക്ക് സൂര്യനാരായണൻ അത് സമ്മാനമായി കൊടുത്തു ആ കുഞ്ഞിന്. അപ്പൊ മീതമുള്ള ഒരു കവചത്തോടും കുണ്ടലത്തോടാണ് ആര് ജനിച്ചത്? കർണൻ ജനിച്ചത്. പക്ഷെ ഭഗവാന്റെ സാന്നിധ്യം കിട്ടിയത് കൊണ്ട്, നാരായണന്റെ ഒരു അഭയം കിട്ടിയത് കൊണ്ട് കർണന്റെ ഈ ആസുരിക സ്വഭാവമെല്ലാം മാറി, വളരെ ശുദ്ധനായി. പക്ഷെ എന്തായില്ല? ഭക്തനായില്ല. ശുദ്ധനായി, എന്തായില്ല? ഭക്തനായില്ല. ദാനധർമ്മം, യജ്ഞം, തപസ് എല്ലാം നല്ല കാര്യവും ചെയ്യും. പക്ഷെ ഒരു കാര്യം ചെയ്യത്തില്ല. ഏത് കർണൻ ചെയ്യത്തില്ല? ഭഗവാൻ പറയുന്നത് അനുസരിക്കത്തില്ല. മഹാഭാരത യുദ്ധമെല്ലാം അങ്ങ് തയ്യാറായി, ഒരാൾ കൊല്ലാൻ ആക്രോശം കൊണ്ട് വംശത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ശപഥമെടുത്തിട്ട് ആൾക്കാരിങ്ങനെ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുക. ഭഗവാൻ 2 തവണ കർണനെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, കർണ, ഇപ്പോഴും സമയം താമസിച്ചില്ല. നീ യഥാർത്ഥത്തിൽ പാണ്ഡവനാണ്. ആ 5 പേരെക്കാളും മൂത്ത ആളാണ്. കുന്തിയുടെ മകനാ, അല്ലാതെ തേരോട്ടിയുടെ മകനല്ല, കുന്തിയുടെ മകനാ. നീ പാണ്ഡവരെ വശത്ത് ചേർന്ന് കഴിഞ്ഞാൽ പാണ്ഡവർക്ക് ഒരു ശത്രുതയും ഇല്ല. അവർ നിന്നെ സ്വീകരിക്കും, മൂത്ത സഹോദരനായി നിന്നെ സ്വീകരിക്കും. നിനക്ക് രാജ്യപദവിയും കിട്ടും. പ്ലസ് ദുര്യോധനൻ നിന്റെ വലിയ സുഹൃത്താണ്. അപ്പൊ നീ ചെന്ന് പാണ്ഡവരുടെ കൂടെ ചേർന്നാൽ നിനക്ക് രാജ്യം കൊടുക്കുന്നതിന് ദുര്യോധനന് ഒരു മടിയും കാണത്തില്ല. പാണ്ഡവർക്കായി രാജ്യം ചോദിച്ചു ചെന്നപ്പോഴാണ് ദുര്യോധനൻ എന്ത് പറഞ്ഞത്? ഒരു സൂചി കുത്തുന്ന സ്ഥലം പോലും ഞാൻ തരില്ലെന്ന് പറഞ്ഞു. പക്ഷെ നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ ദുര്യോധനൻ സന്തോഷത്തോടെ തരും. അതുകൊണ്ട് നമുക്ക് യുദ്ധവും ഒഴിവാക്കാം, എല്ലാവർക്കും ശാന്തി സമാധാനം. 2 തവണ ഭഗവാൻ ചെന്ന് പറഞ്ഞു. കർണൻ പറഞ്ഞു, എൻ്റെ സുഹൃത്താണ് എനിക്ക് വലുത്. കാരണം ഒരു ദിവസം ഞാൻ വന്ന് നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ, കാരണം എന്താ സംഭവിച്ചത്? പാണ്ഡവരൈവരും ഗുരുകുല വിദ്യാഭ്യാസവും കഴിഞ്ഞു വന്നിരിക്കുക. അവർ സ്കൂളൊക്കെ കഴിഞ്ഞ് ഗുരുകുലമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുക. അപ്പൊ ദ്രോണാചാര്യർ എന്ത് ചെയ്തു? പാണ്ഡവരൈവരെയും വിളിച്ചിട്ട്, ഇവർ പഠിച്ചത് ഗുരുകുലത്തിൽ വിദ്യ അഭ്യസിച്ചതെല്ലാം ഇന്ന് അവർ പ്രകടിപ്പിക്കും എന്ന് പറഞ്ഞ് ദ്രോണാചാര്യർ പറയാം, ആദ്യം ധർമ്മപുത്രൻ, സത്യവാൻ, ജീവിതത്തിൽ കള്ളമേ പറഞ്ഞിട്ടില്ല. ആ മൂത്ത പാണ്ഡവരിൽ കുന്തിയുടെ മൂത്ത മകൻ യുധിഷ്ഠിരൻ ഇപ്പോൾ വന്നിട്ട് ഈ കുന്തം കൊണ്ടുള്ള പ്രകടനം നടത്തും. കാരണം യുധിഷ്ഠിരൻ ഏതിലാണ് ബെസ്റ്റ്? സ്പിയർ, കുന്തം. അപ്പോ യുധിഷ്ഠിരൻ വന്നിട്ട് അതിന്റെ പ്രകടനമൊക്കെ കാണിച്ചു. രണ്ടാമത്തത് ഭീമൻ, അചാനഭാവു, പർവ്വതങ്ങൾക്കും ആനകൾക്കും തിമിംഗലത്തിനും സമാനം. ഇപ്പോൾ ഭീമൻ വന്ന് ഗദാപ്രയോഗം കാണിക്കും. ഇങ്ങനെ ഓരോരുത്തരും വന്ന് ഓരോന്ന് കാണിച്ചു. കൂടിയിരുന്ന സദസ്സിലിരുന്നവരെല്ലാം കൈകൊട്ടി ആഹാ അത്ഭുതം എന്നെല്ലാവരും പ്രശംസിച്ചു. അപ്പോഴാ ദ്രോണാചാര്യർ പറയുന്നത്, അടുത്തത് പാണ്ഡവരിൽ 3ാമത്തത് ഇന്ദ്രന്റെ മകൻ അർജുനൻ. ലോകത്തിൽ ഇതുപോലെ ഇദ്ദേഹത്തിന് സമനായ ഒരു വില്ലാളി ധീരനില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാവരെയും വന്ന് വണങ്ങി. അർജുനനെ കണ്ട മാത്രയിൽ തന്നെ കുരുവംശത്തിലുള്ളവർക്കെല്ലാം ഇഷ്ടം തോന്നി. ഒരു അസ്ത്രം കൊണ്ട് ആകാശത്തിലിരുന്ന് മഴ പെയ്യിച്ചു അർജുനൻ. 2ാമത്തെ അസ്ത്രത്തിൽ ഭൂമിയിലിരുന്ന് വെള്ളം കൊണ്ടുവന്ന് ഗംഗയെ ഉത്ഭവിപ്പിച്ചു. വളരെയധികം പരാക്രമം കാണിച്ചു. കണ്ണ് അടച്ചുകൊണ്ട് പറക്കുന്ന പക്ഷികളെ ഇത് എന്തെല്ലാമോ ചെയ്ത് കാണിച്ചു. ഉടനെ ആ സദസ് മുഴുവനും പറഞ്ഞു, അർജുനനാണ് ദ ഗ്രേറ്റ്. അർജുനനെ തോൽപ്പിക്കാൻ ഒരു യോദ്ധാവ് ഭൂമിയിൽ ജനിച്ചിട്ടില്ല. ആഹാ ഓഹോ എല്ലാരും പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ആർക്കും അറിയാതെ ഒരു ഒരു ഡാർക്ക് പേഴ്സണാലിറ്റി ആ വേദിയിൽ, ആ സദസ്സിൽ കടന്നു വന്നു. ക്ഷത്രിയന്റെ ദേഹം. അദ്ദേഹം പറഞ്ഞു, ദ്രോണാചാര്യ പ്രഖ്യാപിക്കാൻ വരട്ടെ, എന്റെ പരാക്രമം കൂടെ കണ്ടിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അർജുനൻ എന്തെല്ലാം ചെയ്തോ അതെല്ലാം ആ വ്യക്തി ചെയ്തു കാണിച്ചു. മാത്രമല്ല അർജുനൻ ചെയ്യാത്തതും കൂടെ അങ്ങോട്ട് ചെയ്തു കാണിച്ചു.
ഉടനെ എല്ലാവരും പറഞ്ഞു, ആഹാ, അർജുനനെ വരെ തോൽപ്പിച്ചു ഇദ്ദേഹമാണ്. ഉടനെ ദ്രോണാചാര്യാർ ചോദിച്ചു, ഹേ യോദ്ധ, വീരപുരുഷനെ, അങ്ങ് ആരാ? അച്ഛനാരാ? ഗുരു ആരാ? അഡ്രസ്, റേഷൻ കാർഡൊക്കെ വേണം. അപ്പൊ ഉടനെ കർണൻ പറഞ്ഞു, ഞാൻ ഒരു തേരാളിയുടെ മകനാ, എനിക്ക് ഗുരുവില്ല എന്ന് പറഞ്ഞു. തേരാളിയുടെ മകനാ, എനിക്ക് ഗുരുവില്ല എന്ന് പറഞ്ഞ ഉടനെ ദ്രോണാചാര്യർ പറഞ്ഞു, ഇത് ക്ഷത്രിയന്മാർക്കുള്ള സദസ്സാണ്. ശ്രീ ശ്രീ കൃഷ്ണ ബലരാമി. ഇത് ആർക്കുള്ള സദസ്സാണ്? ക്ഷത്രിയന്മാർക്കുള്ള സദസ്സാണ്. നിന്നെ പോലെ സൂതന്മാർക്ക്, സൂതപുത്രന്മാർക്ക് ഇവിടെ സ്ഥാനമില്ല. അത് കേട്ടപ്പോ കർണനാകെ എന്താ പറയാ, ഇത്രയും വലിയ സദസ്സിൽ നാണം കെട്ട ഒരു അവസ്ഥയായി കർണൻ. നമ്മൾ വീട്ടില് റൂമിലും ചറക്കി താഴെയൊക്കെ വീണ് തല ചെന്ന് ചുമരിലൊക്കെ തട്ടും, വീഴാറൊക്കെ ഉണ്ട് കൂടെ കൂടെ. ഇതുപോലെ വലിയ ഹാളിലും വന്ന് നമ്മൾ കാല് സ്ലിപ്പായി വീണു. ഏതടി കൂടുതൽ വേദനിക്കും? വീട്ടിൽ നമ്മൾ വീണു, ആരും കണ്ടില്ല, തല ചെന്ന് ചുമരിലടിച്ചു, അത് തട്ടി ഇത് തട്ടി, ആരും കണ്ടില്ല, വേദനിച്ചു. ഇവിടെ ഇത്ര പേരുടെ മുമ്പേ വന്ന് കാല് സ്ലിപ്പായി താഴെ വീണു, ഏതായിരിക്കും കൂടുതൽ വേദനിക്കുക? ഇവിടെ. എന്തുകൊണ്ടാ? അവിടെ എൻ്റെ ദേഹത്തിന് മാത്രമേ നൊന്തുള്ളൂ, വേദന ഉണ്ടായുള്ളൂ. ഇവിടെ അഹം എന്ന ഭാവത്തിനും വേദനിച്ചു. ഇത്ര പേരെ മുമ്പേ ഞാൻ തോറ്റുപോയല്ലോ. കർണൻ അതായിരുന്നു. പക്ഷെ ദുര്യോധനൻ വളരെ ഒരു എന്താ പറയാ, ഒരു ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരനായിരുന്നു. ആര്? ദുര്യോധനൻ. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ആയിരിക്കും എന്നൊരു സംശയം. ദുര്യോധനൻ ഇങ്ങനെ നോക്കി, കർണനെ എല്ലാവരും ഒഴിവാക്കി. പക്ഷെ അതേ സമയം അർജുനന് നേരെ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരാളാ. ആര്? കർണൻ. ഉടനെ അങ്ങോട്ട് ദുര്യോധനൻ പ്രഖ്യാപിച്ചു, കർണ, ഇന്നു മുതൽ നീ എൻ്റെ സുഹൃത്താണ്. മാത്രമല്ല, ഇവര് പറയുന്ന ഒന്ന് നീ കണക്കിലെടുക്കണ്ട. എൻ്റെ രാജ്യത്തിന്റെ ഒരു ഭാഗമായ അംഗദേശം ഞാൻ നിനക്ക് ദാനമായി തരുന്നു. ഇന്നു മുതൽ നീ അംഗദേശത്തിന്റെ രാജാവ്. നീയും ക്ഷത്രിയനാ, വന്ന് അടുത്തിരി എന്ന് പറഞ്ഞ് പിടിച്ചാൽ അപ്പൊ തന്നെ ഒരു രാജ്യം ഡൊണേറ്റ് ചെയ്തു. അദ്ദേഹത്തിനെ ഒരു ക്ഷത്രിയനാക്കി മാറ്റി. എന്ത് ചെയ്തു? അടുത്ത് പിടിച്ച് ഇരുത്തി. അപ്പൊ എല്ലാവരും തിരസ്കരിച്ച ആ ഒരു വേദിയിൽ കർണനെ രക്ഷിച്ചതാരാ? ദുര്യോധനൻ. അതുകൊണ്ട് ആ ദുര്യോധനന് വേണ്ടിയുള്ളതാണ് ഈ ശരീരം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, കർണ, ഞാൻ നിനക്ക് ബുദ്ധി ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഇത്രയ്ക്ക് ഒരു പൊട്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്ര വലിയ മണ്ടനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒന്നുമില്ലായിരുന്നെങ്കിൽ നിന്നെ പിടിച്ച് ദുര്യോധനൻ അടുത്ത് പിടിച്ച് ഇരുത്തുക? ഒരിക്കലും ഇരുത്തത്തില്ല. നീ അദ്ദേഹത്തിന് ഉപയോഗപ്പെടും. ഒരു ദിവസം നിന്നെ യുദ്ധത്തിന് ഉപയോഗിക്കാൻ വെറും ഒരു എന്താ പറയാ, ഈ ചെസ്സിൽ ഒരു അതുപോലെയാ നിന്നെ പിടിച്ച്. ഇതുപോലും നിനക്ക് തിരിച്ചറിയാൻ പറ്റാത്ത മണ്ടനായല്ലോ. കർണൻ പറഞ്ഞു, കൃഷ്ണ, നീ എന്ത് പറഞ്ഞാലും, അങ്ങ് എന്ത് പറഞ്ഞാലും ശരി, ദുര്യോധനനെ വിട്ട് പിരിയുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ ഭഗവാൻ ചോദിച്ചു, ദുര്യോധനൻ എന്ത് പാപം ചെയ്താലും നീ കൂട്ടു നിൽക്കുവോ? ദുര്യോധനന് വേണ്ടി ഞാൻ ചെയ്യും. അത് എൻ്റെ മിത്രധർമ്മമാണെന്ന് പറഞ്ഞു. ഇപ്പൊ നമുക്കും കുറെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും ബെസ്റ്റ് ഫ്രണ്ട്സ്, ഒരുപാട് സ്നേഹിക്കുന്ന അങ്ങനത്തെ സുഹൃത്തുക്കളുണ്ടോ? ആർക്കും ഇല്ലേ? എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും. ആ സുഹൃത്ത് ഒരു ദിവസം പറയാണ്, രാധിക ഒന്ന് മാറിക്കേ, ആരാ കൈ ഉയർത്തിയെന്ന് നോക്കട്ടെ. ഐശ്വര്യ മാതാജി. അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഐശ്വര്യ മാതാജിക്ക് ഉണ്ട്. ഇപ്പൊ ആ ഫ്രണ്ട് ഐശ്വര്യ മാതാജിയെ ഫോൺ ചെയ്ത് വിളിച്ച് പറയാ, ഞാനേ ആ പ്രാവച്ചമ്പലം ജംഗ്ഷനിലുള്ള SBI ബാങ്ക് ഇന്ന് രാത്രി കൊള്ളയടിക്കാൻ പോവാ, നീയും കൂടെ വന്നേക്കണേ എന്ന് പറഞ്ഞാ പോവോ? ഹലോ, പോവോ? ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? എത്ര തന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആയാലും ഒരു പാവത്തിന് കൂട്ടു നിൽക്കാൻ വിളിച്ച ആരെങ്കിലും പോവോ? ഭഗവാൻ പറഞ്ഞു, നീ മണ്ടനാണ്. ദുര്യോധനൻ നിന്റെ ഉത്തമ സുഹൃത്തായിക്കോട്ടെ, തെറ്റില്ല. പക്ഷേ ദുര്യോധനൻ ചെയ്യുന്ന പാപത്തിനെല്ലാം നീ കൂട്ടു നിൽക്കുന്നത് മഹാമണ്ടത്തരം. അപ്പോ ഇത്രയും നല്ല ഗുണങ്ങൾ ഉണ്ടായ കർണന്
ഒരു ദോഷമാണ് ഉണ്ടായത്. എന്താണ് ആ ദോഷം? എന്താണ് കർണന്റെ ദോഷം? ഭഗവാൻ പറഞ്ഞാല് അനുസരിക്കില്ല. ഇപ്പൊ നമ്മളെ ഭക്തർ എന്ന് നമ്മൾ അവകാശപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഭഗവാൻ എന്ത് പറഞ്ഞാലും നമ്മൾ അനുസരിക്കും. നാളെ തൊട്ട് കോഴി തിന്നല്ലേ, നമ്മൾ പറയും ഓക്കെ. എല്ലാരും കേട്ടോ? ഭഗവാൻ പറയാണ് നാളെ തൊട്ട് മീൻ തിന്നല്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയണം? ഭക്തനാണെങ്കിൽ സൗണ്ട് വരുന്നില്ലല്ലോ, ഓക്കെ എന്ന് പറയാം. എന്റെ നാമം ജപിക്കൂ. മന്മനാഭവമദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു. എന്നെ നമസ്കരിക്കുക, എന്നെ പൂജിക്കുക, എന്നെ സേവിക്കുക. അപ്പൊ നമ്മൾ ശരി എന്ന് പറയും. കർണൻ ആ ഒരു തെറ്റാണ് പറ്റിയത്. അങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. കർണൻ എന്ത് ചെയ്തു? ഒരേ ഒരു അമ്പ്, ഒരു അസ്ത്രം മാത്രം ഉപയോഗിക്കാതെ മാറ്റി 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 വെച്ചിരിക്കുകയാണ്. ഈ അസ്ത്രം കർണൻ ആർക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്? അർജുനനെ തോൽപ്പിക്കാൻ വേണ്ടി. അതൊരു ദിവ്യാസ്ത്രം കർണന് കിട്ടിയതാണ്. ഭഗവാൻ നോക്കുന്ന കർണൻ എല്ലായിടത്തും യൂസ് ചെയ്യുന്നു, ഇത് മാത്രം യൂസ് ചെയ്യുന്നില്ല. കാരണം അർജുനന് വേണ്ടി വെച്ചിരിക്കുക. അപ്പൊ ഭഗവാൻ വിചാരിച്ചു, കർണൻ ഇത് ഉപയോഗിക്കാതെ വെക്കുന്നിടത്തോളം കാലം ആർക്ക് ദോഷമാണ്? എൻ്റെ അർജുനന് ദോഷമാണ്. മഹാഭാരതത്തിൽ തന്നെ ചോദ്യമുണ്ട്, എന്തിനാ ഭഗവാൻ ഇത്രയും അർജുനനെ സംരക്ഷിക്കുന്നത്? മഹാഭാരതത്തിൽ തന്നെ ആ ശ്ലോകവും പറയുന്നുണ്ട്, സൂര്യൻ തൻ്റെ പ്രകാശത്തിനെ മറക്കാം, തേന് തൻ്റെ സ്വാദിനെ മറക്കാം, സമുദ്രങ്ങൾ തിരമാലയെ മറക്കാം, പക്ഷെ ഭഗവാൻ അർജുനനെ സംരക്ഷിക്കുന്നത് കൈവിടത്തേയില്ല. സൂര്യൻ സൂര്യപ്രകാശത്തിന് വേണമെങ്കിലും വിടാം, തേന് തൻ്റെ മാധുര്യത്തിനെ വിടാം, തിരമാലകൾ, സമുദ്രം തിരമാലകളെ ഉത്ഭവിക്കുന്നത് പോലും മറന്നു പോകാം. പക്ഷേ കൃഷ്ണ ഭഗവാൻ ആരെ കൈവിടത്തില്ല? അർജുനനെ. എന്താണ്? പ്രതിജാനീഹി കൗന്തേയ നമേ ഭക്ത പ്രണശ്യതി. അർജുന, നീ ചെന്ന് പ്രഖ്യാപിക്കുക, എന്റെ ഭക്തർക്ക് ഒരിക്കലും നാശമില്ല. ഭഗവാൻ അർജുനനെ കൈവിടത്തില്ല. നോക്കിയപ്പോൾ ഒരു അസ്ത്രം മാത്രമേ കർണൻ ഉപയോഗിക്കാതെ വെച്ചിരിക്കുക. ദുര്യോധനൻ പറഞ്ഞു, ഇന്നത് അവരൊക്കെ ഇത്ര ആക്രോശമായി യുദ്ധം ചെയ്തില്ല, അതെടുത്ത് വിടാത്തെന്ത്? കർണൻ പറഞ്ഞു, ഞാൻ അത് അർജുനന് വേണ്ടി വെച്ചിരിക്കുക. അപ്പൊ ഭഗവാൻ നോക്കിയപ്പോൾ ആകെ പ്രശ്നമായി. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ഭീമന്റെ ഒരു മകൻ, ഭീമനാണ്, ആ ഭീമനൊരു മകനുണ്ട് അതേപോലത്തെ ഒരു സാധനം. എന്താ പേര്? ഘടോത്കജനെ വിളിച്ചു. ഘടോത്കജനെ വിളിച്ചിട്ട് ഭഗവാൻ പറയാ, ഘടോത്കജ, നീ എൻ്റെ നല്ല ഒരു ഭക്തനാണ്, നീ പാണ്ഡവർക്ക് വേണ്ടി എന്തും ചെയ്യും എന്ന് എനിക്കറിയാം. ഘടോത്കജൻ പറഞ്ഞു, പ്രഭു ഭഗവാനെ, ഞാൻ എന്താ വേണ്ട? ഘടോത്കജന് മനസ്സിലായി. അതായത് ഞാൻ ഒരു കോമഡി ജോക്കിൽ കേട്ടതാണ്. ഒരു കൊച്ചുകുട്ടി അമ്മയെടുത്ത് ചെന്ന് പറയാ, ഈ 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടി അമ്മയെടുത്ത് ചെന്ന് പറയാ, അമ്മ ഐ ലവ് യു. ആ കുട്ടി പറയാ, അമ്മ പറഞ്ഞു ചോക്ലേറ്റ് തരില്ല. നീ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യില്ല? കാരണം അമ്മയ്ക്ക് മനസ്സിലായി അവൻ ഈ സോപ്പിടുന്നത് എന്തിനാണ്? ചോക്ലേറ്റിനാണ്. പിന്നെ ഒരു 10 വയസ്സ് 12 വയസ്സിൽ ചെന്ന് പറയാണ്, അമ്മ ലവ് യു. അമ്മ ചോദിച്ചു, നീ എത്ര സബ്ജക്റ്റിൽ ഫെയിലായി? ശ്രീ കൃഷ്ണ ബലറാം കി. 20ാമത്തെ വയസ്സിൽ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മ നല്ലതാണ്. അമ്മ പറഞ്ഞു, ഏതാടാ പെണ്ണ്? 40ാമത്തെ വയസ്സിൽ അമ്മയെടുത്ത് ചെന്ന് പറഞ്ഞു, അമ്മയെ പോലെ നല്ല ഒരാളില്ല, ഞാൻ ഒരു പേപ്പറിലും ഒപ്പിട്ട് തരില്ല. കാരണം അമ്മയ്ക്ക് മകന് നന്നായിട്ട് അറിയാം. അതേപോലെ ഘടോത്കജനെ ഭഗവാൻ പ്രശംസിക്കുന്നു. ഘടോത്കജ, നീ പരമഭക്തനാണ്, നിനക്ക് പാണ്ഡവരെന്ന് വെച്ചാൽ ജീവനാണ്. ഘടോത്കജൻ പറഞ്ഞു, പ്രഭു എന്താ ഞാൻ ചെയ്യേണ്ടത്? അത് പറഞ്ഞാൽ മതി. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഘടോത്കജ, കർണന്റെ കയ്യിൽ ഒരു അസ്ത്രമുണ്ട്. ആ അസ്ത്രം കർണൻ നിന്റെ ചെറിയച്ഛൻ അർജുനന് വേണ്ടി മാറ്റി വെച്ചിരിക്കാം. ഘടോത്കജൻ പറഞ്ഞു, പ്രഭു ഇനി ഒരക്ഷരം അങ്ങ് പറയേണ്ട കാര്യമില്ല, ഞാൻ ചെയ്യാം എന്ന്. എന്തിനാ മരിക്കാൻ പോവാ ഘടോത്കജൻ? തൻ്റെ 5 പാണ്ഡവരെ രക്ഷിക്കാൻ ജീവനേക്കാളും അധികം സ്നേഹിക്കുന്ന ഭീമൻ, അർജുനൻ
തൻ്റെ പിതാവ് സമാനമായ മറ്റു പാണ്ഡവർ, അവരെ രക്ഷിക്കാൻ ഭഗവാന്റെ വാക്ക് തിരസ്കരിക്കാതിരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ ഘടോത്കചൻ. നേരെ കർണന്റെ അടുത്ത് ചെന്നു. കർണന്റെ മുമ്പേ ചെന്ന് തൻ്റെ ബലം മുഴുവനും ഒരുമിച്ചാക്കി കർണനെ പല രീതിയിൽ ആക്രമിച്ചു. മരങ്ങൾ വീർത്തെഴുതെറിയാം, പർവ്വതം പറിച്ചെടുത്തെറിയാം, കയ്യിൽ കിട്ടുന്ന രഥം കുതിര എല്ലാം എടുത്തെറിയാം. ഇപ്പൊ കർണന്റെ അവസ്ഥ എന്താണ്? ഇത് ഉപയോഗിച്ചേ പറ്റൂ ഇവനെ തോൽപ്പിക്കണമെങ്കിൽ. അതുകൊണ്ട് കർണൻ എന്ത് ചെയ്ത്, ഇവിടെ നിന്നാലല്ല പ്രശ്നം എന്ന് പറഞ്ഞ് ഘടോത്കചനെ വിട്ട് മറ്റു യോദ്ധാക്കളെ അന്വേഷിച്ചു പോയി യുദ്ധത്തിനായി. ഘടോത്കചൻ വിടുന്നില്ല, പുറകെ ഓട്ടിച്ച് കർണന്. അപ്പൊ നാശനഷ്ടം, വലിയ നാശനഷ്ടമായി. അപ്പൊ ദുര്യോധനൻ പറയാ, കർണ ഈ ഘടോത്കചനെ അങ്ങ് തോൽപ്പിക്കുക, ഇവൻ നിൽക്കുന്നിടത്തോളം നമുക്ക് വലിയ നാശം. കർണൻ അറിയാം എന്തെടുത്ത് ഉപയോഗിക്കേണ്ടി വരും. വേറെ നിവർത്തിയില്ലാതെ ഈ ഘടോത്കചനെ തോൽപ്പിക്കാനായിട്ട് എന്ത് ചെയ്തോ, ആ ഒരു പ്രത്യേക അസ്ത്രം അർജുനന് വെച്ചത് അതെടുത്ത് വെച്ചു. ഘടോത്കചൻ ചിരിച്ചു പുഞ്ചിരി തൂക്കി തിരിഞ്ഞു ഭഗവാനെ നോക്കി. ഭഗവാൻ അനുഗ്രഹിക്കുന്നത് ചാവാൻ പോവാണ്. അതൊക്കെയാണ് അവർ ചെയ്ത സേവനം. നമ്മൾ ചെയ്തെന്താ? മുറ്റം തൂക്കുക, 2 ദോശയുണ്ടാക്കുക, ഒരു കോല ഇടുക. ഇത് നമുക്കെന്തോ ഒരു വലിയ പ്രയത്നം പോലെ. ഞാനേ 5:15 പേര് കോല ഇടുന്നത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്ക്. ഘടോത്കചനെ പോലെയുള്ള സേവനമൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ. സന്തോഷത്തോട് ഭഗവാൻ അനുഗ്രഹിക്കുകയും ഘടോത്കചൻ ചെന്ന് ഭീമന്റെ മുമ്പേ കർണന്റെ മുമ്പേ നിന്ന് ആ ദിവ്യ അസ്ത്രം ഘടോത്കചൻ തൻ്റെ മാറിൽ ഏറ്റുവാങ്ങി. മരിച്ചു വീഴുന്ന സമയത്തും ഘടോത്കചൻ എന്ത് ചെയ്തു? ഭഗവാന്റെ നാമവും ചൊല്ലി ശത്രുക്കളുടെ മീതെ എന്ന് ചെന്ന് വീണുകൊടുത്തു. എല്ലാം കഴിഞ്ഞു. എല്ലാവരും ഘടോത്കചന്റെ പരാക്രമം എല്ലാവരും പ്രശംസിച്ചു. അന്ന് യുദ്ധമെല്ലാം കഴിഞ്ഞ് അവരവരുടെ ടെന്റിൽ ഒതുങ്ങിയപ്പോൾ ഭീമൻ വന്നു. നിറഞ്ഞ കണ്ണോട് തൻ്റെ മകനെ ബലി കൊടുത്തിരിക്കുകയാണ്. ഒരുപാട് സ്നേഹമുണ്ട് മകൻ്റെ അടുത്ത്. നിറഞ്ഞ കണ്ണുകളോട് ഭീമൻ വന്നു ഭഗവാന്റെ മുമ്പേ നിന്നു. ഭഗവാൻ ഇത് നേരത്തെ അറിയാമായിരുന്നു അല്ലേ എന്ന് ചോദിച്ചു. കൃഷ്ണ ഭഗവാൻ ഭീമനെ ഒന്നും പറഞ്ഞില്ല. ഭീമനെ തോളോട് ചേർത്ത് ആലിംഗനം ചെയ്ത് ആകാശത്തിൽ കാണിച്ചു കൊടുത്തു. സന്തോഷത്തോട് വിമാനവും കയറി വൈകുണ്ഠത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര്? ഘടോത്കചൻ. ഭീമൻ ഒരു ശബ്ദം മിണ്ടിയില്ല. ഭഗവാന്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ച് അടുത്ത ദിവസത്തിന്റെ യുദ്ധത്തിന് തയ്യാറായി. ഘടോത്കചനെ കുറിച്ച് വലിയ ഇൻഫർമേഷൻ ഒന്നും ആർക്കും ഇല്ല. ഹിഡംബി എന്നൊരു രാക്ഷസിയുടെ മകൻ, അത്രയും ഇൻഫർമേഷനേ ഉള്ളൂ. പക്ഷേ ഭഗവാൻ ഒരു അക്ഷരം പറഞ്ഞപ്പോൾ അത് പിന്നെ തിരിച്ചൊന്നും ആലോചിച്ചില്ല. ഘടോത്കചൻ അങ്ങ് ചെയ്തു. അതുകൊണ്ട് എന്ത് കിട്ടി? വൈകുണ്ഠപ്രാപ്തി കിട്ടി. പക്ഷെ ഇത്ര സൽഗുണങ്ങൾ ഉണ്ടായിട്ടും ഭഗവാൻ പറഞ്ഞത് ആരനുസരിച്ചില്ല? കർണൻ അനുസരിച്ചില്ല. സോ ഭക്തി എന്ന് പറഞ്ഞാൽ ആചാര്യന്മാർ, ഗുരുവര്യന്മാർ ഭഗവത്ഗീതയും ഭാഗവതവും എന്ത് ഉപദേശിക്കുന്നോ അത് അക്ഷരം പ്രതി അങ്ങനെ ജീവിതത്തിൽ. കായംകുളത്ത് പോയാൽ ഒരു വാക്ക് ഉപയോഗിക്കും, അച്ചട്ട്. അത് ട്രിവാൻഡ്രത്ത് ഈ വേർഡ് കേട്ടിട്ടുണ്ടോ? അച്ചട്ട്. അച്ചട്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഈ പ്രസ്സിൽ അടിക്കുന്നില്ലേ എന്ന് വെച്ചാൽ എഴുതിയ അതേപോലെ പാലിക്കുക എന്നാണ്. അപ്പൊ പുരാണങ്ങളിലുള്ള അക്ഷരം പ്രതി ജീവിതത്തിൽ പാലിക്കുക. ശ്രീ കൃഷ്ണ ബലരാമ കീ. എന്തെങ്കിലും ചോദ്യമോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്ത 30-ാം തീയതി ഏത് ദിവസമാണ്? സോ ഈ സീസൺ വൈശാഖ മാസമാണ്. നിങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും ഈ സേവനങ്ങൾ ചെയ്യാം. വൈശാഖ മാസത്തിൽ എല്ലാവരും അവരവരുടെ വീടുകളിൽ സേവനങ്ങൾ ചെയ്യുക. നിങ്ങളെ വീട്ടിലാണെങ്കിൽ പോലും ഭഗവാന് പൂക്കൾ സമർപ്പിക്കുക, ചന്ദന ലേപനം പുരട്ടി സേവനം ചെയ്യുക, പാനകം, മോര്, പിന്നെ പച്ചമാങ്ങ ജ്യൂസ് പോലെയുള്ള ഭഗവാന് സമർപ്പിക്കുക. പിന്നെ തുളസീധാര, ഇത് വളരെ പ്രധാനമാണ്. ഈ 21 ദിവസവും നിങ്ങൾ വീട്ടിൽ ഒരു കലത്തിൽ ചെറിയൊരു തുളയിട്ട് തുളസിക്ക് ഇങ്ങനെ ജലം ധാര, ഈ ശിവക്ഷേത്രം മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ജലധാര ചെയ്യൂലേ, അതുപോലെ തുളസിക്ക് ചെയ്യുന്നത് ഈ മാസം വളരെ വിശേഷമാണ്.
അമ്പലത്തിലേക്ക് നിങ്ങൾക്ക് ചന്ദനം പുരട്ടി കൊണ്ടുവന്ന് കൊടുക്കാം, പഴങ്ങളും പൂക്കളും സമർപ്പിക്കാം. പിന്നെ ഈ അക്ഷയത്ത് ചന്ദനയാത്ര തുടങ്ങാൻ പോകുന്നു. അതിൽ ഈ വരുന്ന 30-ാം തീയതി നരസിംഹ ജയന്തിയാണ്. ഏത് ദിവസം അത്? സൺഡേ ആണോ? വ്യാഴം. ഈ വരുന്ന ആഴ്ച അല്ല, അതിൻ്റെ അർത്ഥം അന്ന് വലിയ ഒരു എന്താ പറയുക, ഇപ്പം എല്ലാവർക്കും ഒരുപാട് ഭക്തർക്ക് അസുഖങ്ങൾ, ജോലി നഷ്ടപ്പെടുന്നു, അങ്ങനെ പല പ്രശ്നം. സോ അതുപോലെ ഭൗതികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയും അതേസമയം ആധ്യാത്മികമായി അവർ പുരോഗമിക്കാൻ വേണ്ടിയും അന്ന് വൈകിട്ട് ഇവിടെ ഒരു വലിയ യാഗം, നരസിംഹ ഹോമം നടത്തുന്നുണ്ട്. എല്ലാവർക്കും വന്ന് ആ ഹോമത്തിൽ പങ്കെടുക്കാം. വൈകുന്നേരം ഒരു 4-5 മണിയാകുമ്പോൾ തുടങ്ങും. അന്നൊരു വിശേഷാൽ നരസിംഹ ജയന്തി പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാവരും അതിൽ പങ്കെടുക്കുക. പിന്നെ എല്ലാ സൺഡേയും വൈകുന്നേരം സത്സംഗമുണ്ടാകും. കഴിയുന്നതും സത്സംഗങ്ങളിലൊക്കെ പങ്കെടുക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ श्रील गोपाल की जय, श्री कृष्ण बलराम की जय, हाय गौर प्रेमानंदे।